നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയറുടെ ബ്രസീൽ ടീമിലേക്കുള്ള മടങ്ങിവരവിന് റോഡ്രിഗോയുടെ പരിക്ക് കൂടുതൽ സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നൊരു നിരീക്ഷണം കഴിഞ്ഞ ദിവസം പല ബ്രസീലിയൻ എക്സ്പേർട്സും പങ്കുവെക്കുകയുണ്ടായി. എന്നാൽ അങ്ങനെയൊന്നില്ല. റോഡ്രിഗോക്ക് പരിക്ക് പറ്റിയതും നെയ്മറുടെ തിരിച്ചുവരവും തമ്മിൽ ഒരു റിലേഷനുമില്ല എന്ന് നിരീക്ഷിക്കുന്നു ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ. കാരണം എന്താണെന്നറിയോ? അങ്ങനെ ആർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ട് വേണ്ട നെയ്മർ ജൂനിയർക്ക് ബ്രസീൽ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ. നെയ്മറുടെ സ്ഥാനത്തിന് മറ്റൊരാളുമായിട്ടും അദ്ദേഹം കോമ്പീറ്റ് ചെയ്യുന്നില്ല. അദ്ദേഹം ആകെ കോമ്പീറ്റ് ചെയ്യുന്നത് സ്വന്തം ഫിറ്റ്നസ്സിനോടാണ്. നെയ്മർ പൂർണ്ണ ആരോഗ്യവാനാണോ, ആര് ടീമിലുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ആഞ്ചലോട്ടി നെയ്മറെ ടീമിലെടുത്തിരിക്കും. ഒരു തരത്തിലുള്ള മറ്റ് ടെസ്റ്റുകളും കോമ്പറ്റീഷനൊന്നുമില്ല. നെയ്മർ ഫിറ്റാണോ ടീമിലുണ്ടായിരിക്കും. ഇതാണ് ഗ്ലോബോയുടെ നിരീക്ഷണത്തിൻ്റെ രത്ന ചുരുക്കം. നമ്മൾ ആ റിപ്പോർട്ട് നോക്കിയാണ്. റോഡ്രിഗോയുടെ ഇഞ്ചുറി നെയ്മർ ജൂനിയറുടെ വേൾഡ് കപ്പ് കോളപ്പിനുള്ള സാധ്യതകളെ ഒരു തരത്തിലും എഫക്റ്റ് ചെയ്യുന്നില്ല. റോഡ്രിഗോസ് ഇഞ്ചുറി ഡസ് നോട്ട് എഫക്റ്റ് നെയ്മേഴ്സ് ചാൻസ് ഓഫ് ബീയിങ് കോൾഡ് അപ്പ് ടു ദി വേൾഡ് കപ്പ്. നെയ്മർ ഇപ്പം സെലക്കാവോ നെയ്മറെ ഒരു സ്പെഷ്യൽ പ്ലെയറായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. സെലക്കാവോയുടെ കോച്ചിങ് സ്റ്റാഫ് വൺ ഓഫ് എ കൈൻഡ് ആൻഡ് ഡസ് നോട്ട് നീഡ് ടു കോമ്പീറ്റ് ഫോർ എ സ്പോട്ട്. ഒരു സ്ഥാനത്തിന് വേണ്ടി മറ്റാരുമായിട്ടും മത്സരിക്കേണ്ടാത്ത ഒരു പ്രത്യേക മികവുള്ള സ്പെഷ്യൽ പ്ലെയറായിട്ട് തന്നെയാണ് നെയ്മർ ജൂനിയറെ അവർ പരിഗണിക്കുന്നത്. അപ്പോൾ പ്രധാനപ്പെട്ട വിശകലനം എന്താണെന്ന് വെച്ചാൽ, നെയ്മർ ജൂനിയർ ഇപ്പോൾ വേൾഡ് ഫുട്ബോളിൽ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് മാത്രം മതി നെയ്മർക്ക് വേൾഡ് കപ്പ് ടീമിൽ ഇടം പിടിക്കാൻ. ആരുടെ മുന്നിലും ഒന്നും ഇനി നെയ്മർക്ക് തെളിയിക്കാനുമില്ല. പക്ഷേ അദ്ദേഹത്തിന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 2025 അദ്ദേഹം എന്ത് തരത്തിലാണോ ഫിസിക്കലി ഉണ്ടായിരുന്നത് അതിൽ നിന്ന് വലിയ രൂപത്തിലുള്ള മാറ്റം അദ്ദേഹത്തിന് വരുത്തേണ്ടതുണ്ട്. ഫിസിക്കലി മികച്ച ഷേപ്പിലാവുക, അതാണ് വേണ്ടത് എന്നാണ് ഗ്ലോബോയുടെ നിരീക്ഷണം. ഇതാണ് ശരിയായിട്ടുള്ളതും. കാരണം ഇപ്പോൾ റോഡ്രിഗോ പരിക്കൊന്നുമില്ലാതെ ഫിറ്റായിട്ട് വേൾഡ് കപ്പ് ടീമിലുണ്ടെന്ന് വെക്കുക. അപ്പോൾ പിന്നെ നെയ്മർക്ക് സാധ്യതയില്ലേ? അതാണ് ചോദ്യം. റോഡ്രിഗോ ഉണ്ടെങ്കിലും നെയ്മർക്ക് സാധ്യതയുണ്ടാകും. റോഡ്രിഗോ ഇല്ല എന്ന് കരുതി നെയ്മർക്ക് പ്രത്യേക സാധ്യത വർദ്ധിക്കുന്നുമില്ല. കാരണം നെയ്മർ ഈസ് നെയ്മർ. മറ്റാരുമായിട്ടും അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിനു വേണ്ടി കോമ്പീറ്റ് ചെയ്യേണ്ടതില്ല. നെയ്മർ ഇന്നേ വരെ ഫുട്ബോൾ ലോകത്ത് ചെയ്തു വെച്ച കാര്യങ്ങൾ മാത്രം മതി അദ്ദേഹത്തെ വേൾഡ് കപ്പിന് കൊണ്ടുപോകാൻ. പക്ഷേ ഒറ്റ കണ്ടീഷൻ, ഫിസിക്കലി അദ്ദേഹം ബെറ്റർ ആവണം. അങ്ങനെ ഫിസിക്കലി അദ്ദേഹം ബെറ്റർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഇനിയും അദ്ദേഹത്തിന് അവസരമുണ്ട്. ഈ മാർച്ച് മാസത്തിലെ ബ്രസീലിൻ്റെ വേൾഡ് കപ്പ് ഫ്രണ്ട്ലി മത്സരങ്ങൾക്കുള്ള കോളപ്പ് മാർച്ച് 16 ശേഷമാണ് വരിക. അതിനു മുമ്പ് 2 മത്സരങ്ങൾ കൂടി സാൻഡോസിനായിട്ട് അദ്ദേഹത്തിന് കളിക്കാനുമുണ്ട്. ആ കളികളിൽ അദ്ദേഹത്തിന് ഫിസിക്കലി പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തെളിയിച്ചാൽ ഒരു സംശയവും വേണ്ട, ബ്രസീൽ ടീമിലെ നെയ്മർ ഉണ്ടാവും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.